മിസ്റ്റർ ഇനി വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനാമികയുടെ ആദ്യ ഭർത്താവ് അനാമികയെ തേടി വരുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് ഇന്നത്തെ റിവ്യൂയിൽ. അങ്ങനെ അനാമികയുടെ അച്ഛൻ്റെ അമ്മയുടെയും ഓരോ കള്ളത്തരങ്ങളും പൊളിയുകയാണ്. തകർച്ചയുടെ ആദ്യ പടി എന്ന നിലയിലാണ് ആദ്യത്തെ ഹസ്ബൻഡ് അനന്തപുരയിലേക്ക് വരുന്നത്. അനാമികയുടെ ആദ്യ ഭർത്താവ് ഡൽഹിയിൽ ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അനാമികയുടെ വീട്ടുകാരുടെയും കപട സ്നേഹത്തിൽ അവരുടെ വലയിൽ വീഴുകയായിരുന്നു. അങ്ങനെ തന്ത്രപൂർവ്വം ആദ്യ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും അയാളുടെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കി വേറെ ബിസിനസ് പലതും ചെയ്ത് അതൊക്കെ നശിപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് അനാമികയെ വീട്ടുകാരും നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ നാട്ടിലെത്തി അനിയെ കാണുകയും അനിയെ വളച്ചൊടിച്ച് അവളുടെ വശത്താക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ അറിഞ്ഞ് അനാമികയുടെ ആദ്യ ഭർത്താവ് തനിക്കുണ്ടായത് വേറൊരു ചെറുപ്പക്കാരനുണ്ടാകരുത്, അവരുടെ എല്ലാ കള്ളത്തരവും പൊളിക്കണമെന്നും പറഞ്ഞാണ് അയാൾ അനന്തപുരിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇയാൾ അനന്തപുരിയിലേക്ക് വരികയാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ കണ്ടത് നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുക, ആരാ മനസ്സിലായില്ലല്ലോ, ആദർശിനെ കാണാൻ വന്നതാണോ? അന്നേരം അനാമികയുടെ ആദ്യ ഭർത്താവ് പറയും, അല്ല മുത്തശ്ശ, ഞാനിവിടെ വേറൊരാളെ കാണാൻ വന്നതാണ്, അനാമികയെ കാണാൻ വന്നതാണ്. ആണോ? അനാമിക ഇവിടെ ഉണ്ടല്ലോ. ആരാ? അനാമികയുടെ റിലേറ്റീവ് വല്ലതും ആണോ? അതെ, അടുത്ത റിലേറ്റീവ് തന്നെയാണ്, ഒന്ന് അനാമികയെ വിളിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാനകി ഇതൊക്കെ കേട്ട് വരുന്നുണ്ടായിരുന്നു. ഉടനെ ജാനകി പോയി അനാമികയെ വിളിക്കുന്നുണ്ട്. മോളെ അനാമികയെ, മോളുടെ ഒരു റിലേറ്റീവ് വന്നിട്ടുണ്ട് താഴെ, ഒന്ന് വന്നേ. ആരാ അമ്മേ? അനാമിക ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ആരെന്നറിയില്ല, നിൻ്റെ ഒരു റിലേറ്റീവ് ആണെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ വരാം അമ്മേ എന്ന് പറഞ്ഞ് അനാമിക താഴത്തോട്ട് വരുവാണ്. അപ്പോൾ അനാമിക താഴത്തോട്ട് വരുമ്പോൾ അവിടെ രാഹുൽ ഇരിപ്പുണ്ട്. രാഹുലിനെ കണ്ടാണ് അനാമിക ഞെട്ടി തെറിച്ചിങ്ങനെ നിൽക്കുകയാണ്. അയ്യോ ഈശ്വരാ, എന്ത് ചെയ്യുമെന്നിങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അനാമികേനെ രാഹുൽ കാണുകയാണ്. അന്നേരം രാഹുൽ ചോദിച്ച്, എന്താ അനാമിക, നീ എന്നെ മറന്നുപോയോ? അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, ഇതാരാ മോളെ? അപ്പോൾ അനാമിക പറയാണ്, അത് അമ്മേ, ഇതെൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ രാഹുൽ എടുത്തടിച്ച് ചോദിക്കുന്നുണ്ട്, ഹസ്ബൻഡിനെയൊക്കെ നീ ഫ്രണ്ടായിട്ടാണോ ഇപ്പോൾ പറയുന്നത്? അപ്പോൾ അനയെ നിൻ്റെ ഫ്രണ്ടാണോ എന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അനാമികക്ക് മനസ്സിലായി രാഹുൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന്. ഈശ്വര, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ രാഹുൽ എല്ലാവരോടും പറയും, തൻ്റെ ജീവിതം നശിക്കും. ഇതൊക്കെ ഓർത്ത് ഇങ്ങനെ അനാമിക ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, മോനെന്താ പറഞ്ഞു വരുന്നത്, ഹസ്ബൻഡാണെന്നോ? അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഇതേ മുത്തശ്ശ, എനിക്ക് ഈ വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും നല്ലതായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നത്. പിന്നെ മൂർത്തീസ് ജ്വല്ലറി എന്ന് വെച്ചാൽ കേരളത്തിന് പുറത്തുമൊക്കെ ഫേമസ് ആണല്ലോ, അത് കാരണം എനിക്ക് നിങ്ങളെക്കുറിച്ച് നല്ലോണം അറിയാം. ഒരിക്കലും മൂർത്തീസ് ജ്വല്ലറി നടത്തുന്ന മുത്തശ്ശൻ കള്ളങ്ങളുടെ മേൽ ബന്ധങ്ങൾ കെട്ടി ഉലർത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് മുത്തശ്ശനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കണം, എന്താ മോനെ, എന്താ നീ പറയാനുള്ളത്, നീ പറഞ്ഞോളൂ. ആദ്യം എനിക്ക് കാര്യങ്ങളൊന്നും വ്യക്തമായും അറിയാൻ മേലായിരുന്നു. ഇപ്പോൾ എനിക്ക് കാര്യമെല്ലാം നല്ല വ്യക്തമായിട്ട് അറിയാം മുത്തശ്ശ. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു അവസ്ഥ മറ്റാർക്കും വരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനാമികയെ തേടി ഞാൻ അനന്തപുരയിലേക്ക് വന്നത്. ഇപ്പോഴും മോൻ ആരാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് പറയുന്നതിലും നല്ലത് തെളിവ് സഹിതം എല്ലാവർക്കും കാണിച്ചു തരുന്നതല്ലേ നല്ലത്. എന്നിട്ട് രാഹുൽ അനാമികയുടെയും രാഹുലിൻ്റെയും മാരേജ് സർട്ടിഫിക്കറ്റ് മുത്തശ്ശനെ കാണിച്ചു കൊടുക്കുകയും പിന്നീട് അനന്തപുരയിലെ എല്ലാവരും ഇതൊക്കെ കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ചിലപ്പോൾ ഈ സർട്ടിഫിക്കറ്റൊക്കെ കണ്ട് നിങ്ങൾക്ക് ഫേക്കാന്ന് തോന്നുക, ഇനിയും എൻ്റെ പല തെളിവുകളും ഉണ്ട്. അങ്ങനെ പറഞ്ഞ് രാഹുൽ അവരെ മാരേജ് ഫോട്ടോയും അവരൊരുമിച്ചിട്ടുള്ള എല്ലാ ഫോട്ടോയും എടുത്ത് കാണിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ മുത്തശ്ശന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശൻ ആ ഫോട്ടോസും മാരേജ് സർട്ടിഫിക്കറ്റും എല്ലാം എടുത്ത് എല്ലാവർക്കുമായി കാണിച്ചു കൊടുക്കുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ആകെ തളർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ദേവയാനിയും ജാനകിയും എല്ലാവരും എല്ലാം കണ്ടിട്ട് ഷോക്ക്ഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾ ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്യും. കാരണം അനാമികയെക്കുറിച്ച് അനി ആദ്യമേ മനസ്സിലാക്കിയതാണ്, അനാമികയിലെ ലക്ഷ്യം പണം മാത്രമാണെന്നും. ഇതൊക്കെ കാണിച്ച ശേഷം രാഹുൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ എന്ത് വേണേലും ചെയ്യാം, എന്തായാലും ഇവളെൻ്റെ ജീവിതം തകർത്തവളാണ്. എന്നെപ്പോലെ വേറൊരാൾക്ക് ഈ ഒരു അവസ്ഥ വരരുത് എന്ന് കരുതിയാണ് ഞാനിതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞത്. അപ്പോൾ മുത്തശ്ശൻ അനാമികയോട് ചോദിക്കുന്നുണ്ട്, അനാമികയെ, നിനക്കെന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, മുത്തശ്ശ, ഇതൊന്നും മുത്തശ്ശൻ വിശ്വസിക്കരുത്, ഇയാൾ പറയുന്നതൊക്കെ കള്ളമാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആ ഫോട്ടോസും വീഡിയോസിലൊക്കെ കാണുന്നതോ? അതും കള്ളമാണ്, അതൊന്നും ഉള്ളതല്ല എന്നൊക്കെ പറയുകയാണ് അനാമിക.
പിന്നെ അനാമികയെ കുറിച്ച് വേറുള്ള കാര്യങ്ങളൊക്കെ രാഹുൽ പറയുകയാണ്. ഇവളൊരു പെരുങ്കള്ളിയാണ്. ഇവളുടെ അച്ഛനും അമ്മയും കൂട്ടുനിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടുകാരുടെ സ്വർണ്ണമൊക്കെ മോഷ്ടിച്ച് എന്നിട്ട് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ട് ആ കേസൊക്കെ ഇട്ടിട്ട് അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് ഇപ്പോൾ എല്ലാവരും പല വഴിക്കായിരിക്കുകയാണ്. ഒരു കൂട്ടുകുടുംബമായിരുന്ന എൻ്റെ കുടുംബം മൊത്തത്തിൽ തകർത്തത് ഇവളും ഇവളുടെ വീട്ടുകാരും കൂടിയാണ്. വിവാഹം കഴിഞ്ഞ ആദ്യ ആഴ്ച തന്നെ എൻ്റെ അമ്മ ഇവൾക്ക് കുറച്ച് സ്വർണം കൊടുത്തായിരുന്നു. ആ സ്വർണ്ണം ഇവളെടുത്ത് ഇവളുടെ വീട്ടുകാർക്ക് കൊടുത്തു. എന്നിട്ട് ആ കുറ്റം അതെടുത്ത് എൻ്റെ അനിയത്തിയുടെ തലയിലിട്ടു. അതുമാത്രമല്ല, ഒരുപാട് കള്ളത്തരങ്ങൾ ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ചേർന്ന് നടത്തുന്നുണ്ട്. എല്ലാവരെയും വിശ്വാസം നേടാൻ വേണ്ടി ഇവളും ഇവളുടെ വീട്ടുകാരും വിലപിടിപ്പുള്ള പലതും ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് അതിലും വിലപിടിപ്പുള്ളത് പലതും ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോകും. അവരുടെ സ്വഭാവം അങ്ങനെയാണ്. ഇതൊക്കെ പറഞ്ഞ രാഹുലിനോട് അനി പറയുന്നുണ്ട്, നന്ദിയുണ്ട്, ഇപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ഇതൊക്കെ താങ്കൾ പറഞ്ഞതിന്. ഒരു നന്ദിക്ക് വേണ്ടിയല്ല ഞാനിവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞത്. എൻ്റെ കുടുംബം തകർത്തത് ഇവളും ഇവളുടെ വീട്ടുകാരും ചേർന്നതാണ്. കുടുംബം മാത്രമല്ല, എൻ്റെ ബിസിനസ്സും എല്ലാം തകർന്ന് തരിപ്പണമായി. ഇപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ് എല്ലാം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ എനിക്ക് വന്ന ഒരവസ്ഥ വേറെ ആർക്കും വരരുതെന്ന് കരുതിയാണ് ഞാനിവിടെ ഇതൊക്കെ വന്ന് പറഞ്ഞത്. എന്തായാലും ഞാനിവളെ വെറുതെ വിടാൻ പോണില്ല. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇത് പറഞ്ഞ് രാഹുൽ അവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, തെറ്റ് ചെയ്തവരാരായാലും അവരെ അനന്തപുരയിൽ നിന്ന് ഞാൻ പുറത്താക്കും. അതുകൊണ്ട് നിങ്ങൾ പോലീസുകാരെ വിളിക്കണ്ട, ഞാൻ തന്നെ പോലീസുകാരെ വിളിച്ച് തെറ്റ് ചെയ്തവരെ ഇവിടുന്ന് അടിച്ചിറക്കുന്നതാണ്. അപ്പോൾ തന്നെ അനാമികയുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അനാമികയുടെ അച്ഛനെ കണ്ടപ്പോൾ അനാമിക പറയുന്നുണ്ട്, അച്ഛ ഇയാൾ എന്തൊക്കെയോ പറയുന്നു, എനിക്കിതൊന്നും അറിയത്തില്ല അച്ഛ. അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട്, മതി നാടകം കളിച്ചത്, എല്ലാവർക്കും എല്ലാം മനസ്സിലായി, തെളിവുകളും കിട്ടിയിട്ടുണ്ട്, ഇനി നിങ്ങൾ നടത്തണ്ട, എന്തായാലും പോലീസ് ഇവിടെ വരും. ദേഷ്യത്തോടെ മുത്തച്ഛൻ ഇങ്ങനെ പറയുന്നതോടുകൂടിയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.